ഗുരുവായൂരിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത പരിഷ്കരണം ആരംഭിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പരിഷ്കരണം തുടരും. നിർമ്മാണത്തിനായി ബസ് സ്റ്റാൻഡ് യാർഡ് പൂർണ്ണമായും അടച്ചു. ബസ്സുകൾ കിഴക്കേ നടയിലെയും പടിഞ്ഞാറേ നടയിലെയും താൽക്കാലിക സ്റ്റാൻഡുകളിൽ പാർക്ക് ചെയ്യാനാണ് തീരുമാനം. ചൊവ്വല്ലൂർപ്പടി വഴി തൃശൂരിലേക്ക് പോകുന്ന ബസ്സുകൾ ഔട്ടർ റിംഗ് റോഡിലെ നഗരസഭയുടെ അഗതി മന്ദിരത്തിന് സമീപമുള്ള പാർക്കിംഗ് സമുച്ചയത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കും. തിരിച്ചുവരുന്ന ബസ്സുകൾ പാലത്തിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പടിഞ്ഞാറേ നട, കൈരളി ജംഗ്ഷൻ വഴി പാർക്കിംഗ് സമുച്ചയത്തിലെത്തും. ചാവക്കാട് കുന്നംകുളം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ മമ്മിയൂർ കൈരളി ജംഗ്ഷൻ വഴി ഇടത്തോട്ട് തിരിഞ്ഞ് ഔട്ടർ റിംഗ് റോഡിലേക്ക് പ്രവേശിച്ച് മഞ്ചുളാൽ ജംഗ്ഷൻ വഴി ഔട്ടർ റിംഗ് റോഡ് ചുറ്റി പടിഞ്ഞാറേ നടയിലെ പഴയ മായ ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ നിന്ന് സർവീസ് ആരംഭിക്കും. KSRTC ബസ്സുകൾ പടിഞ്ഞാറേ നടയിലെ സ്റ്റാൻഡിൽ നിന്ന് കൈരളി ജംഗ്ഷൻ വഴി ഔട്ടർ റിംഗ് റോഡ് ചുറ്റി സർവീസ് നടത്തണം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് നടത്തിയ പരിഷ്കാരം വിജയകരമായിരുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ കൃഷ്ണദാസ് പറഞ്ഞു. സ്വാഭാവികമായും ട്രയലാണ് എന്നതുകൊണ്ട് തുടക്കത്തിൽ ചില്ലറ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉച്ചയോടുകൂടി ആ പ്രയാസമെല്ലാം മാറി വളരെ സുഗമമായി തന്നെ യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് കാണുന്നത്. ഇനി അതിന് എന്തെങ്കിലും കുറവുകളുണ്ടോ ന്യൂനതകളുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനും അത് പരിഹരിക്കാനുമായി വീണ്ടും കൂടിയാലോചന വെച്ചിട്ടുണ്ട്. ജനങ്ങളുടെ എല്ലാ നിലയിലുള്ള സഹകരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, തുടർന്നും ഉണ്ടാവണം. എത്രയും വേഗം നമുക്ക് ഗുരുവായൂർ നഗരസഭയുടെ ഏറ്റവും ആധുനിക രീതിയിലുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ബസ് ടെർമിനൽ സ്ഥാപിക്കുന്നതിന് എല്ലാ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പരീക്ഷണം അവലോകനം ചെയ്യാൻ നഗരസഭ വൈകിട്ട് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്തു. പരീക്ഷണം വിജയകരമായിരുന്നു എന്ന യോഗം വിലയിരുത്തി. പരീക്ഷണ ദിവസം കണ്ടെത്തിയ ന്യൂനതകൾ നാളെ മുതൽ പരിഹരിക്കും. ഗതാഗത നിയന്ത്രണത്തിന് താൽക്കാലിക പോലീസിനെ നിയോഗിക്കാൻ തീരുമാനിച്ചു. പരിശീലനം നൽകിയ 25ഓളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിയമിക്കും. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം കരാർ എടുത്തിരിക്കുന്നത്. 2.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ.